കാൽപന്തിന്റെ കാഴ്ചവസന്തമൊരുക്കി ദി ഹെറിറ്റേജ് കപ്പ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ്. ആലുവയിലെ കടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ദി ഹെറിറ്റേജ് സ്കൂൾ സംഘടിപ്പിച്ച ഹെറിറ്റേജ് കപ്പ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ CS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്ത മത്സരങ്ങൾ 2 ദിവസങ്ങളിലായി ഹെറിറ്റേജ് സ്കൂൾ ടർഫിൽ തന്നെയാണ് അരങ്ങേറിയത്. കാൽപന്തിന്റെ ദ്രുതചലനങ്ങൾക്കൊപ്പം ആരവമുയർത്തി 32 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. 14 വയസ്സിന് താഴെയും 19 വയസ്സിന് താഴെയുമുള്ള വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിന് മികച്ച പങ്കാളിത്തം ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആതിഥേയരായ ദി ഹെറിറ്റേജ് സ്കൂൾ കിരീടം ചൂടി. 2ാം സ്ഥാനത്തെത്തിയത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തിരുവാണിയൂരാണ്. ഈ വിഭാഗത്തിൽ ദി ഹെറിറ്റേജ് സ്കൂളിലെ ഗോവിന്ദ് മികച്ച കളിക്കാരനായപ്പോൾ മികച്ച ഗോൾ കീപ്പറായത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിശ്വജിത്താണ്. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാഴക്കുളം ജാമിയ ഹസാനിയ 1ാമതെത്തിയപ്പോൾ ചുണങ്ങംവേലി ജോമൗണ്ട് പബ്ലിക് സ്കൂൾ 2ാമതെത്തി. ജോമൗണ്ട് സ്കൂളിലെ റെയ്ഹാൻ മികച്ച കളിക്കാരനായും ജാമിയ ഹസാനിയ സ്കൂളിലെ മുഹമ്മദ് സമി മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ വിജയത്തിലകമണിഞ്ഞപ്പോൾ ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ സ്കൂൾ 2ാം സ്ഥാനത്തെത്തി. ചോയ്സ് സ്കൂളിലെ വൈഗ മികച്ച കളിക്കാരിയും വിദ്യാധിരാജ വിദ്യാഭവനിലെ അനാമിക മികച്ച ഗോൾ കീപ്പറുമായി. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡും വൈസ് പ്രസിഡന്റുമായ ശ്രീ ബിനു തോമസ് ആണ്. ഫെഡറൽ ബാങ്ക് തോട്ടക്കാട്ടുകര ബ്രാഞ്ച് സീനിയർ മാനേജർ ശ്രീ ലാലു PM, ഫെഡറൽ ബാങ്ക് റീജിയണൽ ഓഫീസ് അസിസ്റ്റന്റ് മാനേജർ ശ്രീ സ്നേഹിത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിജയികൾക്ക് മുഖ്യാതിഥി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അധ്യയനത്തോടൊപ്പം കായിക വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മുഖ്യാതിഥി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ദി ഹെറിറ്റേജ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ CS കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി നിഷ മാവേലി, മാനേജർ ആൻ ചെറിയാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നമസ്തേ. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് വേൺ ഓൺ ദ പ്ലേ ഫീൽഡ്സ് ഓഫ് എറ്റൺ എന്ന ഒരു ചൊല്ല് ഇംഗ്ലണ്ടിൽ വളരെ പ്രശസ്തമാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ്റെ ഫ്രഞ്ച് ആർമിക്കെതിരായി അനായാസമായി വിജയിക്കാൻ ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞത് ഇംഗ്ലീഷ് യുവാക്കൾക്ക് എറ്റൺ പോലുള്ള പബ്ലിക് സ്കൂളുകളിൽ ലഭിച്ച സ്പോർട്സ് വിദ്യാഭ്യാസമാണ് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ സ്പോർട്സിൻ്റെ പ്രാധാന്യത്തെ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന, അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് കായിക വിനോദങ്ങൾ. നമ്മുടെ സ്കൂളിൽ വി ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു വേരിയസ് സ്പോർട്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി ഒരു ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ സ്കൂളിൻ്റെ ടർഫിൽ വെച്ച് സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ നിന്നായി 32 ടീമുകളാണ് ഈ 2 ദിവസമായി നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തത്. വളരെ നല്ല കളിക്കാരെ നമുക്ക് ഈ 2 ദിവസം നമ്മുടെ ടർഫിൽ കാണുവാൻ സാധിച്ചു. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തന്നെ വാഗ്ദാനമായി വളർന്നു വരാൻ സാധിക്കുന്ന കളിക്കാരെ നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗേൾസിൻ്റെ ടീമിനെ കൂടിയാണ്. ഗേൾസിൻ്റെ ടീംസും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ നന്നായി തന്നെ ഗേൾസും കളിക്കുകയുണ്ടായി. അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഗെയിംസ് നമ്മൾ കാണുമ്പോഴാണ് സ്പോർട്സിൽ നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായി തീരുന്നത്. എന്നും ഹെറിറ്റേജ് സ്കൂൾ കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെയാണ് ലക്ഷ്യം വഹിക്കുന്നത്. വി വിൽ നോട്ട് ലീവ് എനി സ്റ്റോൺ അൺടേൺഡ് ടു ബ്രിങ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് എമംഗ് അവർ സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ എമംഗ് ദി children in general in our locality. Thank you. God bless you. ന്യൂസ് ഡെസ്ക് കളമശ്ശേരിയിൽ നിന്നും ആലുവയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തിൽ ഉച്ചയ്ക്ക് ബജറ്റ് മീൽസ് ഒരുക്കി സ്പൈസ് സ്ട്രീറ്റ് കഫേ, ഒരു 30 സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഓർഡിനറി മീൽസ് 60 രൂപ നിരക്കിൽ, കോംബോ മീൽസ് വിത്ത് ചിക്കൻ പാർട്സ് കറി 80 രൂപ നിരക്കിൽ, കോംബോ ബീഫ് മീൽസ് 120 രൂപ നിരക്കിൽ. ഡയൽ 9633651972.